ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വീണ്ടും മുടിക്ക് വേണ്ടിയിട്ടുള്ളൊരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹെയർ ഓയിലും ഒരു ഹെയർ ടോണറും ആണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന രീതിക്ക് തന്നെ വേണം നിങ്ങൾ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. മുടി നല്ല രീതിക്ക് വളരാനായിട്ടും അതുപോലെ മുടിയിലുണ്ടാവുന്ന താരൻ, അറ്റം പിളർന്നു പോകുക, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്തു വരാനായിട്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹെയർ ഓയിലാണ്. ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഹെയർ ഓയിലാണ് കേട്ടോ. ഇത് നമ്മൾ കാച്ചിയതായിട്ടുള്ളതോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒന്നും തന്നെ അല്ല ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ ഒരു എണ്ണ മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കാനായിട്ടും അതുപോലെ തന്നെ തലയിൽ താരൻ, മുടിയുടെ അറ്റം പിളർന്നു പോകുക, നിറ നമുക്ക് ഓൾറെഡി വന്ന നിറയാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പുതുതായിട്ട് നിറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുടി നല്ല രീതിക്ക് നല്ല കട്ടിയായിട്ട് വളരാനായിട്ടൊക്കെ നമുക്ക് ഒരു ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഹെയർ ഓയിൽ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഹെയർ ടോണറാണ്. അപ്പോൾ ഈ ഒരു ടോണറിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിയാണ് കേട്ടോ. അതിപ്പോൾ ഏത് അരി ആയാലും കുഴപ്പമില്ല. പച്ചരി വേണമെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങലരി എടുക്കാം കേട്ടോ. പച്ചരി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക. എന്നതിന് ശേഷം വെള്ളത്തിലേക്ക് അങ്ങ് നല്ലവണ്ണം കഴുകിയിട്ട് കുതിർക്കാനായിട്ട് ഞാൻ സമയം കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ മാക്സിമം കുതിർത്തെടുക്കുക. എന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ഈ അരി കുതിർക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഈ ഒരു അരി കുതിർന്നതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും. അത് വേറെ ഒന്നുമല്ല, ഗ്രീൻ ടീയുടെ ലീഫാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക കേട്ടോ. മിക്സാക്കി വന്നതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതങ്ങ് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 8 മിനിറ്റോളം നമുക്കിതങ്ങ് തിളപ്പിച്ച് കൊണ്ടുവരാം. തിളപ്പിച്ച് വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്ട്രാക്റ്റ്, നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന റൈസിൻ്റെയും അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെയും ആ ഒരു എക്സ്ട്രാക്റ്റ്, അതാണ് നമ്മൾ ടോണറായിട്ട് യൂസ് ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടർ ഈ കാണിക്കുന്ന രീതിക്ക് നമുക്ക് ആ ഒരു കളറ് നമ്മുടെ റൈസിലൊക്കെ പിടിക്കും. ഈ ഒരു ഗ്രീൻ ടീയുടെ ആ ഒരു ലീഫിൻ്റെ കളറൊക്കെ നമുക്ക് നമ്മുടെ റൈസിലൊക്കെ പിടിക്കും കേട്ടോ. അല്ലാതെ നമുക്ക് റൈസ് കുക്ക് ആവണമെന്നൊന്നുമില്ല, നമുക്കതിങ്ങനെ വെന്ത് വരണമെന്നൊന്നുമില്ല. ഇതുപോലെ ആവുമ്പോൾ സമയത്ത് നമുക്കതങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിതങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. എന്നതിന് ശേഷം തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ പഞ്ഞി എടുത്ത് മുക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇതൊരു 10 മിനിറ്റ് മുമ്പ് നമ്മളിത് ചെയ്ത് ഒഴിക്കുക കേട്ടോ. എന്നതിന് ശേഷമാണ് നമുക്കിത് കഴുകി കളയണം. അതല്ല തലയിൽ വെക്കാൻ പാടില്ല. നമുക്കിത് കഴുകി കളയേണ്ട കാര്യമാണ് ഈ ഒരു ടോണർ. അത് ആരും തന്നെ തലയിൽ വെക്കരുത് കേട്ടോ. ഇതിനകത്ത് കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ടീയിലായാലും നമ്മുടെ തേയിലപ്പൊടി, കഴിഞ്ഞ വീഡിയോയിൽ തേയിലപ്പൊടിയും കോഫിപ്പൊടിയും ഒക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിലാണെങ്കിലും കഫീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്കിത് ഒരുപാട് നേരത്തേക്ക് തലയിൽ വെക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അത്ര മാത്രം മതിയാകും. എന്നതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് അങ്ങ് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് തലയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം ആ രീതിക്ക് അങ്ങ് ചെയ്തു വരാം. അപ്പോൾ ഞാനിവിടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് കഴുകി വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഈ രീതിക്ക് നിങ്ങൾ ഈ ഒരു ടോണർ ഉപയോഗിച്ച് വരിക. ഡെയിലി ആരും യൂസ് ചെയ്യരുത്. ഓക്കെ, ഇതിനകത്ത് ആ ഗ്രീൻ ടീ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പാടില്ല. റൈസ് വാട്ടർ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ആ ഒരു ഗ്രീൻ ടീ ചേർത്തുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി യൂസ് ആക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ ഇത് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ രീതിക്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ആൽമണ്ട് ഓയിലാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും കോക്കനട്ട് ഓയിൽ ചേർത്തോട്ടെ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്തോട്ടെ എന്ന്. നിങ്ങൾക്ക് ഇഷ്ടം ചേർക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ നമുക്ക് നല്ലതാണ്. നമ്മുടെ മുടി വളരാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ടൊക്കെ നമുക്ക് ആൽമണ്ട് ഓയിൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആൽമണ്ട് ഓയിൽ പ്രിഫർ ചെയ്യുള്ളൂ. നിങ്ങളിപ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടും മുടി വളരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലാണ്. നമ്മുടെ മുടി നല്ല രീതിക്ക് വളരാനായിട്ടും മുടിയിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും പോകാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു എസൻഷ്യൽ ഓയിൽ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിനകത്തേക്ക് ഞാനൊരു 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസ്റ്റായിട്ടും ചേർക്കണം. ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് മുടി വളരണം എന്ന് ആഗ്രഹമുള്ളവർ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് വരാം. ഇതിൽ ഒരു ഓപ്ഷനും ചോദിക്കരുത് എന്നോട്. ഇതിനകത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഓയിൽ ചേർക്കാമോ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വേറെ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ചേർക്കാമോ, ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ റെഡിയാക്കി എടുത്തു. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആൽമണ്ട് ഓയിലും ആ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ മുടിയിൽ രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് വേണം ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ. അതല്ലാതെ തലയിൽ ഇത് അപ്ലൈ ചെയ്തതും ഓടിപ്പോയിട്ട് കിടന്നുറങ്ങരുത്. നമ്മൾ ഇട്ട എണ്ണ കംപ്ലീറ്റ് ആകും നമ്മുടെ പില്ലും അങ്ങ് കുടിച്ചു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ 1 മണിക്കൂർ മുമ്പായിട്ട്, കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പായിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പോയി കിടന്നുറങ്ങാം. പിറ്റേന്ന് രാവിലെ നമ്മൾ കുളിക്കുന്ന സമയം അതങ്ങോട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പകൽ സമയങ്ങളിൽ ടോണറും വൈകിട്ട് ഓയിലും ഈ രീതി ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ 1 മന്ത് കൂടി പോണ്ടി വരില്ല കേട്ടോ. അതിനുള്ളിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടി ഹെയർ ഓയിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.